ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 5 ശ്ലോകം 18. വിദ്യാ വിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ ശോഭാകേ ച പണ്ഡിത സമദർശിനഃ. ജ്ഞാനി ലോകത്തെ, അതായത് നാനാരൂപാത്മകമായ ലോകത്തെ കാണുന്നതെങ്ങനെയെന്ന് വിവരിക്കുന്നു. അറിവും വിനയവും സമ്പത്തായ വിശ്വാരാധ്യനായ ബ്രഹ്മജ്ഞാനി, നീചവൃത്തിയായ ചണ്ടാളൻ, ക്ഷീരാദി കൊണ്ട് ലോകരക്ഷണം സാധിക്കുന്ന പശു, രാജപൂജ്യമായ ആന, നികൃഷ്ടവസ്തു ഭുജിക്കുന്ന പട്ടി എന്നുവേണ്ട സകല ജീവികളെയും, മൺകട്ട, സ്വർണം ആദിയായ എല്ലാ പദാർത്ഥങ്ങളെയും ജ്ഞാനികൾ ഒന്നായി തന്നെ കാണും. ജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നോ പശുവെന്നോ പട്ടിയെന്നോ ആത്മാവിനെ സാക്ഷാത്കരിച്ച ജ്ഞാനിക്കില്ല. അയാൾ ലോകത്തെ മുഴുവനും ഒന്നായി കാണുന്നു. ശ്ലോകം 19. ഇഹൈവ തൈർജിത സർഗോ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഃ. മേൽപ്പറഞ്ഞ സമദർശികളായ ജ്ഞാനികൾ ജീവദശയിൽ തന്നെ മുക്തന്മാരാകുമെന്ന് സമർത്ഥിക്കുന്നു. മുമ്പ് പറഞ്ഞതുപോലെ ആത്മജ്ഞാനം സിദ്ധിച്ച് സർവത്ര ആത്മദർശിയായി തീർന്ന ജ്ഞാനികളെ പ്രപഞ്ച സ്വഭാവമായ ജനന മരണങ്ങൾ തീണ്ടുകയില്ല. അവർ ജീവദശയിൽ തന്നെ ജനന മരണങ്ങളിൽ നിന്ന് മോചിക്കുന്നു, അഥവാ ജീവൻ മുക്തരാകുന്നു. എന്തുകൊണ്ടെന്നോ, ജനന മരണാദി വികാരശൂന്യമാണല്ലോ പരബ്രഹ്മം. ആ ബ്രഹ്മത്തിൽ, അതായത് പരമാത്മാവിൽ ലയിച്ച് താതാത്മ്യം നേടിയവരാണ് ജ്ഞാനികൾ. അതുകൊണ്ട് ബ്രഹ്മത്തെ പോലെ അവരും വികാരശൂന്യരായി തീരുന്നു. അതായത് ജ്ഞാനികൾക്ക് സംസാരത്തിൽ പെട്ട് കഴിയുമ്പോൾ തന്നെ സംസാരത്തിനപ്പുറം കടന്നുപോകാൻ സാധിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ.